ശ്രീ PM ഷോ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട്. സമസ്ത അടക്കമുള്ള സ്ഥാപനങ്ങൾ, സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന സർക്കാരിന് മറ്റെല്ലാ ആചാരങ്ങളോടും തങ്ങൾക്ക് ഇത് തന്നെയാണ് നിലപാടെന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമമാണോ ഈ ആചാരത്തിനെതിരെ നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശവും അങ്ങയുടെ മറുപടി. മാഡം, ഈ സഹബാനിസ്റ്റായിട്ടുള്ള സംഘപരിവാറുകാരനെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള കലി, ദേഷ്യം സ്വാഭാവികമായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടും എന്നുള്ളതിനകത്ത് തർക്കമല്ല. കാരണം ഈ നിലയ്ക്ക് നമ്മുടെ പൊതുസമൂഹത്തെ ഇവർ സംഘപരിവാറുകാർ ഏതെല്ലാം ഘട്ടത്തിൽ പുറകോട്ട് നടത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ ഘട്ടത്തിലൊക്കെ അതിനെ കരുത്തോടെ പ്രതിരോധിച്ച് അതിനെ ചെറുത്തു പരാജയപ്പെടുത്തിയ ഇടങ്ങളാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കലാലയങ്ങൾ. എല്ലാ ഘട്ടത്തിലും ഇവരുടെ പിന്തിരിപ്പൻ രാഷ്ട്രീയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും അതിനെ പുറത്തു നിർത്തുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട്, കലാലയങ്ങളോട്, സംഘപരിവാർ രാഷ്ട്രീയത്തെ പുറത്തു നിർത്തിയ ആളുകളോട് ഇവർക്കുള്ള അടങ്ങാത്ത പക, അടങ്ങാത്ത കലി അതിങ്ങനെ സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ തികട്ടി വന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു തികട്ടിവരവാണ് മിനിറ്റുകൾക്ക് മുൻപ് അദ്ദേഹം ഈ ചാനലിൻ്റെ ഫ്ലോറിനകത്ത് പ്രകടിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അത് സഖാവ് അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു. സഖാവ് അഭിമന്യു 2018 കൊല ചെയ്യപ്പെടുന്നത് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദ കൂട്ടങ്ങളുടെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ്. മഹാരാജാസ് ക്യാമ്പസിനകത്ത് സമയത്ത് തൊട്ട് പിറ്റേ ദിവസം 1ാം വർഷ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് കടന്നു വരാൻ വേണ്ടി പോകുന്നു. മറ്റെല്ലാ ക്യാമ്പസുകളിലും എന്നതുപോലെ, മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും ചെയ്യുന്നത് പോലെ ആ ക്യാമ്പസിൽ നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മറ്റു പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു കൂട്ടം തീവ്രവാദികൾ കടന്നു വന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നത്. ആ നിഷ്ഠൂരമായ കൊലപാതകത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ആളുകളാണ് ഈ നാട്ടിലെ മതനിരപേക്ഷവാദികളായ, മനസാക്ഷി അവശേഷിക്കുന്ന മുഴുവൻ മനുഷ്യരും. ഇത് പോപ്പുലർ ഫ്രണ്ടുകാർ പോലും ആ കൊലപാതകത്തിന് പറയാത്ത വണ്ണമുള്ള ന്യായീകരണം ഈ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന ഒരു സംഘപരിവാറുകാരനായ RV ബാബു പറയുന്നിടത്ത് ഏത് വിധത്തിൽ മലീമസമായ മനസ്സാണ് ഇദ്ദേഹത്തിൻ്റെത് എന്ന് ബോധ്യപ്പെടും. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലഹരി വ്യാപനം അടക്കമുള്ള കാര്യങ്ങളാണ്. ഈ ഫ്രീ സെക്സ് തുടങ്ങിയ കാര്യങ്ങളെ ആ പരാമർശങ്ങളെ വിമർശിക്കേണ്ടതാണ്. അത് ലീഗിന്റെ ഭാഗത്തുനിന്ന് മുൻപ് അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായപ്പോഴും വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ലഹരി മരുന്ന് അടക്കമുള്ള വ്യാപനം ഉണ്ടാകുന്ന, അധ്യാപകർക്ക് കുഴിവെട്ടി വെച്ച്, അവർക്ക് ശവമഞ്ചമൊരുക്കി വെച്ച്, അവരുടെ മുഖത്തടിച്ച്, അവരെ ഉപരോധിച്ച്, അവർക്കെതിരെ അസഭ്യം വിളിച്ചു പറഞ്ഞ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റും അരങ്ങേറുന്ന ഒരിടത്ത് അധ്യാപകരെ ബഹുമാനിക്കേണ്ടവരാണെന്ന് കുറച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമം എന്നാണ് അതിനെ വിശദീകരിക്കുന്നത്. ഇല്ല മാധു, നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടായ പല ഒറ്റപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അത് പല വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും പല ഘട്ടത്തിലും ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഇടപെടലുകൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ അതിനെ ആ നിലയ്ക്ക് ചർച്ച ചെയ്യുകയും ആ നിലയ്ക്ക് തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിദ്യാർത്ഥി സംഘടനകളും പല ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട്. ഇവിടെ അതല്ല. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിനകത്ത് പല ഇടങ്ങളിലും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയുടെ വ്യാപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ, വാർത്തകൾ, അനുഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇദ്ദേഹം സൂചിപ്പിച്ചത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ, എന്ത് ഡാറ്റയുടെ തരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിൻ്റെയൊക്കെ ഹബ്ബാണ് എന്ന് സ്ഥാപിക്കുന്ന എന്ത് വിവരമാണ് ഇദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ളത്? പല ഇടങ്ങളിലും അത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ പല ഘട്ടത്തിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് വിപണനത്തിന്റെ കേന്ദ്രമാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിനെ പ്രതിരോധിച്ചു പരാജയപ്പെടുത്തിയ നാടാണ് നമ്മുടെ നാട്. അതിനകത്ത് ഈ പൊതുസമൂഹം, മാധ്യമങ്ങൾ, ഈ നാടിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കം ഈ നാട് ഒന്നടങ്കം നിന്നുകൊണ്ട് ആ വിപത്തിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുക കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ആകെ മയക്കുമരുന്നാണ്, ആകെ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് ആണ്, ആകെ ഈ പറയുന്ന ഫ്രീ സെക്സ് ആണ്. ഇതൊക്കെ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർത്തമാനം പറയുന്നത്? അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന അളിഞ്ഞ രാഷ്ട്രീയം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു വസ്തുതയും ഇല്ലാത്ത വർത്തമാനം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബന്ധപ്പെട്ട് ഞാൻ